ലോട്ടറി അടിക്കുക എന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ്. എന്നാൽ അടിക്കുമെന്ന് ഉറപ്പുള്ള സമ്മാനം കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോയാലോ? അത്തരമൊരു അവസ്ഥയിലൂടെയാണ് പിറവം പാഴൂർ സ്വദേശിയായ റിട്ടയർഡ് ASI KK സജിമോൻ കടന്നുപോകുന്നത്. കേവലം ഒരു ഭാഗ്യപരീക്ഷണമല്ല, മറിച്ച് തന്റെ ജീവിതം മാറ്റിമറിക്കേണ്ടിയിരുന്ന 20 കോടി രൂപ ഒരശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടുവെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഡിസംബർ മാസം 1-ന് സജിമോൻ മുണ്ടക്കയത്തുള്ള തന്റെ ഭാര്യയുടെ ബന്ധുവീട്ടിൽ പോയിരുന്നു. മടക്കയാത്രക്കിടെ കാഞ്ഞിരപ്പള്ളിയിൽ വെച്ചാണ് അദ്ദേഹം 20 കോടിയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ടിക്കറ്റ് എടുത്തത്. ലോട്ടറി എടുത്താൽ ഉടൻ തന്നെ അതിന് പിന്നിൽ പേരും വിലാസവും എഴുതി ഒപ്പിടുക എന്നത് സജിമോന്റെ പതിവായിരുന്നു. പോലീസിൽ നിന്ന് വിരമിച്ച ശേഷം സജിമോൻ ടൂറിസ്റ്റ് ട്രാവലർ സർവീസ് നടത്തി വരികയായിരുന്നു. മണ്ഡലകാലമായതിനാൽ ശബരിമല തീർത്ഥാടകർക്കായി അദ്ദേഹം വണ്ടി ഓടിച്ചിരുന്നു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നിന്നുള്ള ഒരു സംഘം അയ്യപ്പന്മാർ സജിമോന്റെ വണ്ടിയിലാണ് ദർശനത്തിന് പോയത്. യാത്ര കഴിഞ്ഞ് മടങ്ങിയപ്പോൾ അവർ തങ്ങളുടെ ഒരു നെയ്പാത്രം വണ്ടിയിൽ മറന്നുവെച്ചു. സജിമോൻ പറയുന്നതനുസരിച്ച് താൻ വാങ്ങിയ ലോട്ടറി ടിക്കറ്റ് സുരക്ഷിതമായിരിക്കാൻ വേണ്ടി ആ നെയ്പാത്രത്തിനടിയിലാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത്. പണം സൂക്ഷിക്കാൻ ചിലർ ചെയ്യുന്നത് പോലെ ഒരു സുരക്ഷിത താവളമായിട്ടാണ് അദ്ദേഹം ആ പാത്രത്തെ കണ്ടത്. പിന്നീട് വിശാഖപട്ടണ സ്വദേശികൾ ഫോണിൽ വിളിച്ച് നെയ്പാത്രം മറന്നുവെച്ച കാര്യം പറയുകയും അത് കൊറിയർ ചെയ്ത് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ജനുവരി 30-ന് പിറവത്തെ ഒരു സ്വകാര്യ കൊറിയർ സ്ഥാപനം വഴി സജിമോൻ ഈ പാത്രം അയച്ചു. എന്നാൽ ആ സമയത്ത് പാത്രത്തിനടിയിൽ താൻ സൂക്ഷിച്ചു വെച്ച വിലപിടിപ്പുള്ള ലോട്ടറി ടിക്കറ്റിന്റെ കാര്യം അദ്ദേഹം മറന്നുപോയി. 10 ദിവസത്തെ സമയപരിധി കഴിഞ്ഞാണ് നറുക്കെടുപ്പ് നടന്നതെങ്കിലും തന്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ലെന്ന വസ്തുത അദ്ദേഹം വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ജനുവരി 24-നായിരുന്നു ബമ്പർ നറുക്കെടുപ്പ് നടന്നത്. തന്റെ കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റ് നമ്പറിനാണ് സമ്മാനം അടിച്ചതെന്ന് അറിഞ്ഞതോടെ സജിമോൻ ആവേശത്തിലായി. എന്നാൽ ടിക്കറ്റിനായി തിരഞ്ഞപ്പോഴാണ് അത് നെയ്പാത്രത്തോടൊപ്പം വിശാഖപട്ടണത്തേക്ക് പറന്നുവെന്ന കാര്യം അദ്ദേഹം ഞെട്ടലോടെ ഓർത്തത്.